Hello, Namaskaram. Welcome back to Learning with GC. ഞാൻ ഗോപു ചിത്രൻ. സോ ഗൈസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, RRB NTPC ഇനി എത്ര ദിവസമുണ്ട്? ഒഫീഷ്യലായിട്ടുള്ള എക്സാം ഡേറ്റ് വന്നിട്ടില്ലെങ്കിലും എൻ്റെ ഒരു ഊഹം ഇന്ന് മുതൽ ഒരു 50 to 60 ഡേയ്സ് കിട്ടാം മാക്സിമം. എന്തായാലും മാർച്ച് ലാസ്റ്റായിട്ടോ അല്ലെങ്കിൽ ഫെബ്രുവരി ഫസ്റ്റായിട്ട് തന്നെ ഞാൻ എക്സാം പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഒരു 50 ദിവസം, നെക്സ്റ്റ് 50 ഡേയ്സ് നിങ്ങൾ എങ്ങനെ പഠിക്കും എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ ഫ്യൂച്ചർ ഇരിക്കുന്നത്. ആൻഡ് ഐ ഹോപ്പ് സോ നിങ്ങൾ നന്നായി പഠിക്കുന്നത് തന്നെ വിചാരിക്കുന്നു. ബട്ട് എൻ്റേതായിട്ടുള്ള രീതിയിൽ എനിക്ക് പറയാൻ താല്പര്യമുള്ള, ഞാൻ പഠിച്ചിട്ടുള്ള ആ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി നെക്സ്റ്റ് 50 ഡേയ്സ് നിങ്ങൾക്ക് എങ്ങനെ കൊണ്ടുപോകാം, എങ്ങനെ എക്സാം CBT 1 ക്രാക്ക് ചെയ്യാം. ഓക്കെ, സോ അതിനെക്കുറിച്ചുള്ളൊരു ഷോർട്ട് വീഡിയോ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിനു മുമ്പ് തന്നെ ഞാൻ എങ്ങനെയാണ് എക്സാം പ്രിപ്പയർ ചെയ്ത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ 1 വർഷം മുന്നേ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് നോക്കി കാണാൻ പറ്റും. ഹൗ ഐ ക്രാക്ക്ഡ് NTPC, RRB NTPC. ഞാനൊരു ജോലി ചെയ്യുന്ന ഒരാളായിരുന്നു. ഓൾറെഡി 9-8 ഇയേഴ്സ് ടീച്ചിങ് ഫീൽഡിലായിരുന്നു. അപ്പോൾ ടീച്ചിങ്ങിൻ്റെ കൂടെ തന്നെയാണ് ഞാൻ സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്തത്. അങ്ങനെ തന്നെയാണ് ഞാൻ എക്സാം ക്രാക്ക് ചെയ്തതും. ബട്ട് നിങ്ങൾ ചിലപ്പോൾ സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ കോച്ചിങ് ചെയ്യുന്നവരായിരിക്കാം. ബട്ട് ഇനി അടുത്തുള്ള 50 ഡേയ്സ് നിങ്ങൾ എന്ത് ചെയ്യണം? അപ്പോൾ നമുക്ക് ഞാൻ ജസ്റ്റ് ഒരു ഐഡിയ പറയാം. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ വേണ്ട വയ്ക്കാം. എനിഹൗ, ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ആദ്യം ഞാൻ ആദ്യം തന്നെ വീഡിയോ ചെയ്തതെല്ലാം കഴിഞ്ഞ JEE പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ആണെങ്കിലും ഗ്രൂപ്പ് D പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ആണെങ്കിലും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഏതൊരു എക്സാം ആണെങ്കിലും നമ്മൾ ചെയ്യേണ്ട കാര്യം സിലബസ് മനസ്സിലാക്കുക, അല്ലേ? 3 ഇമ്പോർട്ടൻറ്റ് റൂൾസ് ഉണ്ട്: സിലബസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് മോക്ക് ടെസ്റ്റ്. ഇത് 3ആണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യം സിലബസ് ഫുൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്, പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുക എന്നുള്ളതാണ്, പിന്നെ ഈ മോക്ക് ടെസ്റ്റ്. ഈ മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്ന ഈ 3ാമത്തെ കാര്യമാണ് മെയിനായിട്ട് നിങ്ങൾ ഈ ഒരു 50 ഡേയ്സിൽ ചെയ്യേണ്ട കാര്യം. ഓക്കെ, ശരി, അതിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യം വെരി ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയാസ് ധാരാളമായി യൂസ് ചെയ്യുന്ന ഒരാളാണ്. ഈവനിങ് നിങ്ങൾ ഈ കാണുന്നത് യൂട്യൂബ് ഒരു സോഷ്യൽ മീഡിയ ആണ്. നിങ്ങൾ പഠിക്കാൻ ഉപയോഗിക്കുന്ന ഒരു എന്താ പറയുക, നിങ്ങളുടെ മെസ്സേജ് ഷെയർ ചെയ്യുന്നൊരു മെയിൻ മീഡിയ ആണ് ടെലഗ്രാം. ഓക്കെ, ഇപ്പം അതൊക്കെ തന്നെ നമുക്ക് ആവശ്യമുള്ളൊരു സോഴ്സ് ആണെങ്കിൽ പോലും അതിൻ്റെ കൂടെ തന്നെ ഇപ്പോഴത്തെ മൊബൈൽ ഉപയോഗത്തിൻ്റെ ആ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾ യൂസ് ചെയ്യുന്നത് ഒരുപക്ഷെ വാട്സാപ്പും അതേപോലെ ഫേസ്ബുക്കും അതേപോലെ ഇൻസ്റ്റഗ്രാമുമാണ്. നിങ്ങൾ സ്വയം ചിന്തിച്ച് നോക്കുക, ഇനി വരുന്ന 50 ദിവസങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു ആപ്പ്, ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്ന ആപ്പ്, അല്ലെങ്കിൽ ഫേസ്ബുക്ക് എന്ന് പറയുന്ന ആപ്പ്, അല്ലെങ്കിൽ വാട്സാപ്പ് എന്ന് പറയുന്ന ആപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ ഇമ്പോർട്ടൻ്റ് ആണോ? ആയിരിക്കും, ഡെഫിനറ്റ് ആയിട്ടും ആയിരിക്കും. പക്ഷെ ഇപ്പോഴല്ല. RRB NTPC CBT 1 CBT 2 എല്ലാം ക്രാക്ക് ചെയ്യുന്ന ആ ഒരു സമയത്ത് ആവശ്യമുണ്ടോ എന്ന് നിങ്ങൾ സ്വയം മനസ്സിൽ വിലയിരുത്തുക. സോ വെരി ഫസ്റ്റ് തിങ്, അൺഇൻസ്റ്റാൾ അൺവാണ്ടഡ് ആപ്സ്, അൺവാണ്ടഡ് സോഷ്യൽ മീഡിയ ആപ്സ്, എസ്പെഷ്യലി ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, പോസിബിൾ വാട്സാപ്പ്. ഡെഫിനറ്റ് ആയിട്ട് നമുക്കിപ്പോൾ ഫേസ്ബുക്കിൻ്റെ ആവശ്യമില്ല, തീർച്ചയായിട്ടും ഇല്ല. ഇൻസ്റ്റഗ്രാമിൻ്റെ ആവശ്യം നമുക്കില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, നിങ്ങൾക്ക് എന്തോ ഈ ഇൻസ്റ്റഗ്രാമും CBT RRB NTPC CBTയും എന്താ. ഞാൻ ടെലഗ്രാം നിങ്ങളോട് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറയുന്നില്ല, അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് യൂട്യൂബ് അൺഇൻസ്റ്റാൾ ചെയ്യുന്നു പറയുന്നില്ല. കാരണം നമുക്കതിൽ ആവശ്യമുള്ള സാധനങ്ങളുണ്ട്. ഓഫ് കോഴ്സ് ആവശ്യമില്ലാത്തതുണ്ടെങ്കിലും ആവശ്യമുള്ള സാധനങ്ങൾ ധാരാളമായിട്ടുണ്ട്. കാരണം നമ്മൾ പഠിക്കുന്ന ഈ വീഡിയോ നിങ്ങൾക്ക് കിട്ടുന്ന മീഡിയ എന്ന് പറയുന്നത് ഡെഫിനറ്റായിട്ട് യൂട്യൂബ് ആണെന്നാണ്. യൂട്യൂബ് നിങ്ങൾക്ക് ധാരാളം സ്റ്റഡി മെറ്റീരിയൽസ് കിട്ടും, ടെലഗ്രാമിൽ സ്റ്റഡി മെറ്റീരിയൽസ് കിട്ടും, നിങ്ങൾക്ക് ഫ്രണ്ട്സായിട്ട് അവിടെ ഗ്രൂപ്പ് ചാറ്റ് ചെയ്യാൻ പറ്റും. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ പോലും ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് ആൻഡ് ഇഫ് പോസിബിൾ വാട്സാപ്പ് തൽക്കാലത്തേക്ക് നമുക്ക് ആവശ്യമില്ല. അത് അൺഇൻസ്റ്റാൾ തന്നെ ചെയ്യാം. ഓക്കെ, കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ ഈ പഠിക്കുന്ന സമയത്ത്, നിങ്ങൾക്ക് ഈ ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ ഉറങ്ങി എണീക്കുന്ന സമയത്ത് ആദ്യം ചെയ്യുന്ന കാര്യം എന്താ? അല്ലെ, മൊബൈൽ നോക്കുക എന്നുള്ളതാ. അത് ചിലപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ടെലഗ്രാമോ അല്ലെങ്കിൽ യൂട്യൂബോ ആയിരിക്കില്ല. ജസ്റ്റ് റീൽസ് അല്ലെങ്കിൽ ഷോർട്സ്
ഇൻസ്റ്റഗ്രാമിൽ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഫീഡ്, ന്യൂസ് ഫീഡ്, ഇതൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നത്. അവിടെ ഇൻഡയറക്റ്റ്ലി നിങ്ങൾ നിങ്ങളുടെ സമയം വേസ്റ്റ് ചെയ്യാണ്. ഓക്കെ, സോ ഞാൻ വീണ്ടും പറയാണ്, ലാസ്റ്റ് ടൈം അടുത്തൊരു 50-60 ദിവസത്തേക്ക് അല്ലെങ്കിൽ NTPC ക്രാക്ക് ചെയ്യുന്നവരെ ഈ സാധനങ്ങൾ യൂസ് ചെയ്യാതിരിക്കുക. പിന്നെ വാട്സപ്പ് ഓഫ് കോഴ്സ് ഓക്കെ, നിങ്ങൾക്ക് ചിലപ്പോൾ ആവശ്യമുണ്ടാവും. ഏതെങ്കിലും രീതിയിൽ ചിലപ്പോൾ നിങ്ങൾ ജോലി ചെയ്യുന്ന ഒരാളായിരിക്കും, അതിൻ്റേതായിട്ടുള്ള മെസ്സേജും കാര്യങ്ങളൊക്കെ വരാം. എന്തായാലും ഫേസ്ബുക്ക് ആൻഡ് ഇൻസ്റ്റാഗ്രാം കട്ട് ചെയ്യുക. ഓക്കെ, അത് തന്നെയാണ് എനിക്ക് ആദ്യം പറയാനുള്ളതും. പിന്നെ നിങ്ങൾക്ക് ഇനി ചെയ്യാനുള്ള കാര്യം, അടുത്ത 60 ദിവസത്തേക്ക് നിങ്ങളൊരു ടൈം ടേബിൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് സ്വയം വേണമെങ്കിൽ പ്രിപ്പയർ ചെയ്യാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഇനി ലൈക്ക് അക്കാഡമീസിൽ ഹൻഷ സാർ ചെയ്യുന്നുണ്ട്, അത് ഫോളോ ചെയ്യുക. ഓക്കെ, ഇനി അത് പറ്റുന്നുണ്ടെങ്കിൽ സെൽഫായിട്ട് ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങൾ സ്വയം വിലയിരുത്തുക. നിങ്ങൾ ഒരു ദിവസം 24 മണിക്കൂറിൽ നിങ്ങൾ ഉറങ്ങാൻ വേണ്ടി ഒരു 8 മണിക്കൂർ യൂസ് ചെയ്യും. അതിൽ കൂടുതൽ ഉറങ്ങുന്നുണ്ടോ? ശരിക്കും 6 to 7 hours ധാരാളം. ഒരു നല്ലൊരു സ്ലീപ്പ് കിട്ടുകയാണെങ്കിൽ 6 to 7 hours തന്നെ ധാരാളമാണ്. എങ്കിലും ഞാൻ 6-7 മണിക്കൂർ പറയുന്നില്ല, 8 മണിക്കൂർ നിങ്ങൾ സുഖമായിട്ട് ഉറങ്ങാം, നല്ല അടിപൊളിയായിട്ട് ഉറങ്ങാം. എന്നിട്ട് ബാക്കി 16 മണിക്കൂറിൽ, 8 മണിക്കൂർ ഉറങ്ങിയാലും ബാക്കിയുള്ള 16 മണിക്കൂറിൽ മിനിമം 12 hours, ഐ റിപ്പീറ്റ്, മിനിമം 12 hours നിങ്ങൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യണം? ഈ ഒരു NTPC പ്രിപ്പറേഷന് വേണ്ടി യൂസ് ചെയ്യണം. മിനിമം 12 മണിക്കൂറാണ്. സോ 12 to 16 hours. അതിൽ 16 മണിക്കൂറൊന്നും പഠിക്കണമെന്ന് ഞാൻ പറയില്ല. ഈ 12 മണിക്കൂർ പഠിക്കുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ ഷോർട്ട് ബ്രേക്ക് എടുക്കാം, 10 minutes 20 minutes അങ്ങനെ ഇടയിൽ ഗ്യാപ്പ് എടുക്കാം. കഴിക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഗ്യാപ്പ് വരും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ഗ്യാപ്പ് വരും. എങ്കിലും ഒരു എഫക്റ്റീവായിട്ട് 12 hours മിനിമം എന്തായാലും പഠിക്കുക. ഇനി 12 years കഴിഞ്ഞ് 10 to 12 hours എഫക്റ്റീവ് സ്റ്റഡി. ഓക്കെ, നമ്മൾ 16 മണിക്കൂർ പറയുന്നുണ്ടെങ്കിലും 16 മണിക്കൂറും ബുക്കും പിടിച്ചിരിക്കാനല്ല പറയുന്നത്. അതിൽ എഫക്റ്റീവായിട്ട് 10 മുതൽ 12 മണിക്കൂർ വരെ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ആ പഠിക്കുക എന്നുള്ളതിൽ നിങ്ങൾ എന്തൊക്കെ കൊണ്ടുവരണം? അതിൽ നിങ്ങൾ ഏത് സബ്ജക്റ്റ്, നിങ്ങൾ മെയിനായിട്ട് മോക്ക് ടെസ്റ്റ് ആണ്, അതിലേക്ക് വരാം. ഈ 12 മണിക്കൂർ അല്ലെങ്കിൽ 10 മണിക്കൂർ എന്ന് പറയുന്നതിൽ നിങ്ങൾ ഈക്വലായിട്ടോ അല്ലെങ്കിൽ ഈക്വൽ അല്ലാതെയോ ഡിവൈഡ് ചെയ്തിട്ട് 3 സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ മാത്സ് വരുന്നുണ്ട്, റീസണിങ് വരുന്നുണ്ട്, GK വരുന്നുണ്ട്, ജനറൽ അവയർനെസ്. അല്ല, ഏറ്റവും കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ജനറൽ അവയർനെസ് ആണ്. ഏറ്റവും കൂടുതൽ നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്യുന്നതും അതുകൊണ്ട് തന്നെ ജനറൽ അവയർനെസ്സിനായിരിക്കണം. ഓക്കെ, പിന്നെ അതേപോലെ മാത്സും റീസണിങ്ങും, അത് മെയിനായിട്ട് നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ആക്കി. ഞാൻ ഈ 50 ദിവസം എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾ ഓൾറെഡി NTPC പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്നാണ് ഞാൻ കരുതുന്നത്. ഓക്കെ, പുതിയതായിട്ട് ഫ്രഷ് ആയിട്ട് പഠിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഈ ഒരു മെത്തഡ് ശരിയാവണമെന്നില്ല. സോ ഓൾറെഡി നിങ്ങൾ NTPC അപ്ലൈ ചെയ്ത ആൾക്കാരുണ്ട്. NTPC അപ്ലൈ ചെയ്ത ശേഷം നിങ്ങൾ ഗ്രൂപ്പ് ഡിക്ക് വേണ്ടി പഠിക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ JEക്ക് വേണ്ടി പഠിച്ച് കഴിഞ്ഞവരുണ്ടാകാം, അല്ലെങ്കിൽ JEE CBT വേണ്ടി പഠിക്കുന്നവരുണ്ടാകാം, LP CBT വേണ്ടി പഠിക്കുന്നവരാകും. ബട്ട് മെയിൻ ടാർഗറ്റ് NTPCക്ക് വേണ്ടി മാത്രം പഠിക്കുന്നവരുണ്ടാകാം. അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. ഓൾറെഡി നിങ്ങൾക്ക് നോളജ് ഉള്ള കുട്ടികളാണ്, അവർക്ക് വേണ്ടിയാണ് ഞാൻ മെയിനായിട്ട് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഫ്രഷ് ആയിട്ട് ഒരാൾ ഇതുവരെ പഠിച്ച് തുടങ്ങാത്ത ഒരാൾ ഈ വീഡിയോ കണ്ടിട്ട് വല്ല ഉപയോഗം ഉണ്ടാവില്ല എന്നുള്ളത് എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ നിങ്ങളവിടെ ഈക്വലായിട്ട് അല്ലെങ്കിൽ അൺഈക്വലായിട്ട് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്കറിയാം നിങ്ങൾ ഏത് ടോപ്പിക്കിലാണ് നിങ്ങൾ വീക്ക്, അല്ലെങ്കിൽ ഏത് ടോപ്പിക്കിലാണ് നിങ്ങൾ ബെസ്റ്റ് ഫ്രഷ് ആയിട്ടിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതിനനുസരിച്ച് മാത്സ് ആണ് നിങ്ങൾ വീക്ക്, അതിന് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക. 12 hours ആണെങ്കിൽ നിങ്ങൾക്ക് 3, 4, 5 ഓക്കെ അങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. 3 മണിക്കൂർ റീസണിങ്, 4 മണിക്കൂർ മാത്സ്, അല്ലെങ്കിൽ 5 മണിക്കൂർ GK, അങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യാം. വാട്ടെവർ നമുക്ക് ആവശ്യം, നമ്മൾ വീക്കായിട്ടുള്ള സ്ഥലങ്ങൾ ഫോക്കസ് ചെയ്ത് അതിലേക്ക് മുന്നോട്ട് വരിക എന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് തന്നെ അത് അറിയുന്നില്ല, ഞാൻ വീക്കായിട്ടുള്ള പോയിന്റ് ഏതാണെന്ന് എനിക്ക് അറിയുന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ മോക്ക് ടെസ്റ്റ് ചെയ്യും. ഓക്കെ, അതിനിടയിൽ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളൊരു ഫുൾ ലെങ്ത് അതിനു വേണ്ടി ടൈം ഡെഡിക്കേറ്റ് ചെയ്യുക. ഈ 12 മണിക്കൂറിൽ മിനിമം ഒരു 3 മണിക്കൂർ നിങ്ങൾ എന്ത് ചെയ്യണം? മോക്ക് ടെസ്റ്റിന് വേണ്ടി സ്പെൻഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്കൊരു ചോദ്യം വരും, സാർ എന്തുകൊണ്ടോ 3 മണിക്കൂർ, നമുക്ക് ടൈം ആകെ ഒരു 90 minutes 1.5 മണിക്കൂറല്ലേ ഉള്ളൂ, എന്തിനാണ് ഞാൻ 3 മണിക്കൂർ സ്പെൻഡ് ചെയ്യുന്നുള്ള ചോദ്യം വരുന്നില്ലേ? യെസ്, ഓഫ് കോഴ്സ് നിങ്ങൾ 3 മണിക്കൂർ തന്നെ സ്പെൻഡ് ചെയ്യണമെന്ന് ഞാൻ പറയുള്ളൂ. എന്തുകൊണ്ടാണ്? വെറുതെ മോക്ക് ടെസ്റ്റ് എഴുതി നിങ്ങൾ നിങ്ങളുടെ റാങ്ക് കാണലല്ല, മോക്ക് ടെസ്റ്റ് എഴുതിയിട്ട് നിങ്ങളത് അനലൈസ് ചെയ്യണം. 1.5 മണിക്കൂർ മോക്ക് ടെസ്റ്റ് ആണെങ്കിൽ അടുത്ത 1.5 മണിക്കൂർ നിങ്ങൾ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യണം, ആൻസർ അനലൈസ് ചെയ്യണം, നിങ്ങൾ വീക്ക് പോയിന്റ് എവിടെയാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. ഈ അനലൈസ് ചെയ്യുന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്?
നിങ്ങൾ 1.5 മണിക്കൂർ കൊണ്ട് മോക്ക് ടെസ്റ്റ് എഴുതുന്നു. ഓക്കെ, നിങ്ങൾക്ക് അതിൽ കിട്ടേണ്ട പെർസെൻറ്റൈൽ, ഐ റിപ്പീറ്റ് പെർസെൻറ്റൈൽ, നോട്ട് പെർസെൻറ്റേജ്, PERCENTILE, പെർസെൻറ്റൈൽ. ഈ പെർസെൻറ്റൈൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ ടോട്ടൽ എഴുതിയ കുട്ടികളിൽ നിങ്ങൾ എത്ര ടോപ്പിൽ വരുന്നുണ്ട്. എപ്പോഴും നിങ്ങൾ എക്സാം എഴുതുമ്പോൾ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ, ഫുൾ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടെ തന്നെ വേണമെങ്കിൽ സബ്ജക്ട് വൈസ് മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്യാം. ഓക്കെ, ആദ്യത്തെ 1 മാസം സബ്ജക്ട് വൈസ് മോക്ക് ടെസ്റ്റും അടുത്ത 25-30 ദിവസം ഫുൾ മോക്ക് ടെസ്റ്റും ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ മുതൽ നിങ്ങൾക്ക് ഫുൾ മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഫുൾ മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യാൻ സമയമില്ല, നിങ്ങൾ ഇനിയും ഫുൾ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഈ 50 ദിവസത്തിൽ 25 ദിവസം നിങ്ങൾ എന്ത് ചെയ്യുക, സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അടുത്ത 25 ദിവസം നിങ്ങൾ റിവിഷൻ ചെയ്യുക. റിവിഷൻ്റെ കൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, മോക്ക് ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു അനലൈസ് ചെയ്യണം. അനലൈസ് ചെയ്യുന്ന പറയുമ്പോൾ ആദ്യം നിങ്ങൾ കണക്കാക്കേണ്ടത് നിങ്ങളുടെ പെർസെൻറ്റേജ് എത്ര കിട്ടുന്നു എന്നുള്ളതാണ്. ഹൗ മച്ച് പെർസെൻറ്റേജ് യു ആർ ഗെറ്റിംഗ്. ആ പെർസെൻറ്റേജ് നിങ്ങൾക്ക് ഒരു 90% കിട്ടുന്നുണ്ടോ, യു ആർ ഇൻ ദി സേഫ് സോൺ എന്ന് ഞാൻ പറയും. എല്ലാ മോക്ക് ടെസ്റ്റിനും 90+% കിട്ടണമെങ്കിൽ നോട്ട് പെർസെൻറ്റേജ് അല്ല, പെർസെൻറ്റേജ് 90-ന് മുകളിൽ നിങ്ങൾ കിട്ടണമെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ സേഫ് സോണിലാണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് 75 ആണെങ്കിൽ നിങ്ങൾ സേഫ് സോണിലല്ല. മിനിമം 80 ഇപ്പൊ തന്നെ കിട്ടാൻ ശ്രമിക്കുക. പിന്നെ ഇത് പ്രാക്ടീസ് കൂടുതൽ മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് പെർസെൻറ്റേജ് ഇമ്പ്രൂവ് ആവുന്നത്. അതെങ്ങനെ ഇമ്പ്രൂവ് ചെയ്യുക, നിങ്ങൾ അനലൈസ് ചെയ്യുക. നിങ്ങൾ എവിടേക്കാണ് റോങ് ആൻസർ വരുത്തിയിരിക്കുന്നത്, നിങ്ങൾ എവിടേക്കാണ് കറക്റ്റ് ആക്കിയിരിക്കുന്നത്, എവിടേക്കാണ് റോങ് ആക്കിയിരിക്കുന്നത്, ഏത് ടോപ്പിക്കാണ് കൂടുതൽ നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റുന്നത്. ഓക്കെ, എന്തുകൊണ്ട് എനിക്കത് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ആ ടോപ്പിക്ക് നിങ്ങൾ വേർതിരിച്ചെടുക്കുക. എനിക്ക് ഈസി ആയിട്ടുള്ള ടോപ്പിക്സ് ഇതാണ്, ആ ടോപ്പിക്സ് നിങ്ങൾ കുറച്ച് സമയം കൊടുത്താൽ മതി പഠിക്കുമ്പോൾ. അത് എനിക്ക് ടഫായിട്ടുള്ള ടോപ്പിക് ഇന്നതാണ്. ഈ ടഫ് ഇൻ ദി സെൻസ് എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ടഫ് മീൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള ടോപ്പിക്കുകൾ അതിലുണ്ടാവുമല്ലോ, നിങ്ങൾ സ്കിപ്പ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് അതിലുണ്ടാവുമല്ലോ. ആ ടോപ്പിക് എവിടെയെന്ന് നിങ്ങൾ ആദ്യം കണ്ടുപിടിക്കേണ്ടി വരും. അത് മോക്ക് ടെസ്റ്റിലൂടെ നമുക്ക് കണ്ടുപിടിക്കാം. അതേപോലെ രണ്ടാമത്തെ കാര്യം എന്താ, നിങ്ങൾ റിപ്പീറ്റായിട്ട് നെഗറ്റീവ് എഴുതുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് മാത്സ് ആണെങ്കിലും റീസണിങ് ആണെങ്കിലും അല്ലെങ്കിൽ ജനറൽ അവയർനെസ് ആണെങ്കിലും ആ ക്വസ്റ്റ്യൻ നിങ്ങൾ ഏതാണെന്ന് കണ്ടുപിടിക്കണം. ആ ക്വസ്റ്റ്യൻ എന്നിട്ട് അതിനെ നിങ്ങൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണം. ഞാൻ ഈ 12 മണിക്കൂർ പറയുന്നുണ്ടല്ലോ, ആ 12 മണിക്കൂറിൽ റിവിഷനും വരും, അതിൻ്റെ കൂടെ തന്നെ മോക്ക് ടെസ്റ്റും വരും, ആ മോക്ക് ടെസ്റ്റിന് അനാലിസിസ് വരും, നിങ്ങൾക്ക് വീക്കായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിക്കും, അതിൻ്റെ കൂടെ കമ്പൈൻ സ്റ്റഡി നിങ്ങളുടെ അതുണ്ടാവും. ഇതെല്ലാം ഈ അപ്പം നിങ്ങൾക്ക് 12 മണിക്കൂർ മതിയാവുമെന്ന് നിങ്ങൾ സെൽഫായിട്ട് ചിന്തിക്കുക. പോരാന്നുണ്ടെങ്കിൽ 16 മണിക്കൂർ വയ്ക്കോ. ഓക്കെ, എഫക്റ്റീവ്ലി മിനിമം 12 hours ആണ് ഞാൻ പറയുന്നത്, എഫക്റ്റീവ്ലി. ഓക്കെ, അപ്പോൾ എഫക്റ്റീവായിട്ട് 12 മണിക്കൂർ ഉണ്ടെങ്കിൽ നിങ്ങൾ 14 മണിക്കൂർ എങ്ങനെ പഠിക്കണ്ടേ. ആ അടുത്ത 50 ദിവസം ഈ 14 മണിക്കൂർ പഠിത്തത്തിന് വേണ്ടി മാറ്റി വെച്ചാൽ നിങ്ങൾക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, കുറച്ച് നോളജ് ഇമ്പ്രൂവ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, സോ അതുകൊണ്ട് അത് ഇമ്പ്രൂവ് ചെയ്യുക. അത് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ മെയിനായിട്ട് നിങ്ങൾ 50 ദിവസം ചെയ്യേണ്ട കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. മോക്ക് ടെസ്റ്റ് ചെയ്യുക, അത് അനാലിസിസ് ചെയ്യുക, പെർസെൻറ്റേജ് 90+ കിട്ടുന്നുണ്ടെന്ന് ശ്രദ്ധിക്കുക. 90+ ആണെങ്കിൽ നമ്മൾ വെരി മച്ച് സേഫ് ആയിരിക്കും. ഓക്കെ, വെരി മച്ച് സേഫ് ആയിരിക്കും. ഇനി 80 ആണെങ്കിലും അത് 90ലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. 60, 70, 75, 80 ഉള്ളുവെങ്കിൽ അത് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, വീക്ക് പോയിന്റ് എവിടെയെന്ന് കണ്ടുപിടിക്കുക. അതിനനുസരിച്ച് മാത്സ് ആണോ, ചിലപ്പോൾ മാത്സ് ഒരു പർട്ടിക്കുലർ ടോപ്പിക്, ഫോർ എക്സാമ്പിൾ ട്രിഗണോമെട്രിക്ക് നമ്മൾ ഈ മാത്സിൽ തന്നെ ബേസിക് ടോപ്പിക്സ് ഉണ്ട്, അഡ്വാൻസ്ഡ് ഉണ്ട്. അഡ്വാൻസ്ഡ് ഇൻ ദി സെൻസ് ഫോർമുലാസ് പഠിച്ച് അപ്ലൈ ചെയ്യുന്നതാണ് നമ്മൾ അഡ്വാൻസ്ഡ് മാത്സ് എന്ന് പറയുന്നത്. അതിലെന്തൊക്കെയുണ്ട്, അതിൽ ട്രിഗണോമെട്രി വരും, മെൻഷറേഷൻ വരും, ജോമെട്രി വരും, അല്ലേ, സ്റ്റാറ്റിസ്റ്റിക്സ് വരും, മെൻഷറേഷൻ, ജോമെട്രി, ഇതൊക്കെ ഫോർമുലാസ് വെച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സിൽ 1-2 ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഫോർമുലാസ് ഉണ്ട്. ആ ഫോർമുലാസ് നിങ്ങൾ എന്ത് ചെയ്യണം, തറോ ആകണം. ഫോർമുലാസ് തറോ ആയാൽ മാത്രം പോലെ അതിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, അതിന് മോക്ക് ടെസ്റ്റ് നിങ്ങളെ വളരെ നല്ല രീതിയിൽ ഉപകാരപ്പെടുത്തും. ഓക്കെ, മോക്ക് ടെസ്റ്റ് കൂടുതൽ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ പിന്നെ ലൈവ് മോക്കൊക്കെ വരും. ഈ ഇടയ്ക്കിടയ്ക്ക് ഈ മോക്ക് ടെസ്റ്റിന് ഏത് ആപ്പാണ് നല്ലതെന്ന് വെച്ചാൽ തൽക്കാലം നിങ്ങൾ CBT 1 ടെക്സ്റ്റ് ബുക്കൊക്കെ ചെയ്താൽ മതി. ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ അനലൈസ് ചെയ്യുമ്പോൾ ഓരോ ക്വസ്റ്റ്യനും ഡീറ്റെയിൽ ആയിട്ട് അവർ എന്താ പറയുക, എക്സ്ട്രാ പോയിന്റ്സ് ഒക്കെ കൊടുത്തിട്ട്, GK ഒക്കെ ആണെങ്കിൽ അവർ എക്സ്ട്രാ പോയിന്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ അറിയാത്തതാണെങ്കിൽ നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, അതാണ് ഞാൻ ഈ 1.5 മണിക്കൂർ 1.5 മണിക്കൂറിൻ്റെ എക്സാം 3 മണിക്കൂർ ഞാൻ ടൈം മാറ്റി വയ്ക്കണം എന്ന് പറയാനുള്ള കാര്യം മനസ്സിലായോ. 1.5 മണിക്കൂർ നിങ്ങൾ എക്സാം എഴുതണം, ബാക്കി 1.5 മണിക്കൂർ നിങ്ങൾ അനലൈസ് ചെയ്യണം. അനലൈസിൻ്റെ കൂടെ തന്നെ ഓരോ ക്വസ്റ്റ്യനും പ്രത്യേകിച്ച് GK ഒക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്ട്രാ കിട്ടുന്ന പോയിന്റ്സ് ഒക്കെ. അപ്പോൾ നിങ്ങൾ ഒരു ദിവസം ഒരു മോക്ക് ചെയ്യാണ് മിനിമം. ഞാനൊക്കെ ലാസ്റ്റ് സമയത്ത് ഒരു ദിവസം 2 മോക്കൊക്കെ വെച്ചാണ് ചെയ്തിരുന്നത്. 2-3 മോക്കിലൊക്കെ പോയിട്ടുണ്ട്. 9 മണിക്കൂറൊക്കെ ആയിട്ട് ഇതിനു വേണ്ടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, പറഞ്ഞ വിശ്വസിക്കില്ല. ഓക്കെ, ലാസ്റ്റ് CBT 1 ഒരു മോക്കൊക്കെയാണ് ഞാൻ ചെയ്തത്. അപ്പം ഞാൻ ഒരു 3 ആപ്പാണ് CBT 2 ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. CBT 1 ടെക്സ്റ്റ് ബുക്കും പിന്നെ ഗ്രേഡ് പോയിരുന്നു. അത് കഴിഞ്ഞ് CBT 2 വന്നപ്പോൾ ഞാൻ ഒലിവ് ബോർഡ് കൂടി ചെയ്തു. അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ കൂടുതലും ഞാൻ പ്രാക്ടീസാണ് ചെയ്തത്, റിവിഷൻ ചെയ്തു. എനിക്കത് അപ്പോൾ നീ എന്താ റിവിഷൻ ചെയ്യുന്നത്, ഞാൻ മോക്ക് ടെസ്റ്റ് എഴുതുമ്പോൾ ഞാൻ ഏത് സ്ഥലത്താണ് ഞാൻ വീക്ക് പോയിന്റ്, ആ ഒരു കാര്യം ഞാൻ റിവൈസ് ചെയ്യും. ഞാൻ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്, ആ നോട്ട്സ് അനുസരിച്ച് റിവൈസ് ചെയ്യും. ആ നോട്ട് നോക്കി ഞാൻ റിവൈസ് ചെയ്യും.
ഓക്കെ, അതിൻ്റെ കൂടുതൽ പിന്നെ നിങ്ങൾ റിവൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട മെയിനായിട്ട് കാര്യം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഫുള്ളായിട്ട് നിങ്ങളും പ്രാക്ടീസ് ചെയ്യുന്നുള്ളതാണ്. മിനിമം ഒരു 2 വട്ടമെങ്കിലും റിവൈസ് ചെയ്യുക. ഓക്കെ, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പ്രത്യേകിച്ച് മാത്സും റീസണിങ്ങും. ഈ റീസണിങ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പോൾ പുതിയൊരു റീസണിങ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മാത്സും റീസണിങ്ങും. ഇപ്പോൾ കഴിഞ്ഞ 2024-25 കഴിഞ്ഞ റെയിൽവേൻ്റെ SSCൻ്റെയും എക്സാമും SSCൻ്റെ നിങ്ങൾ GK നോക്കാം. GK നിങ്ങൾ ലേറ്റസ്റ്റ് ആയി കഴിഞ്ഞ SSC GKയിൽ മാക്സിമം സ്ട്രാറ്റജിക്കും കറണ്ട് അഫെയർ ഒക്കെ തന്നെ ആയിരിക്കും ചോദിക്കുന്നത്. കറണ്ട് അഫെയർ നിങ്ങൾ ഏത് വരെ പഠിക്കണം എന്ന് ചോദിക്കണമെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഏപ്രിലാണ് എക്സാം വരുന്നതെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ടത് എന്താ, കഴിഞ്ഞ വർഷം ഏപ്രിൽ 2024 ഏപ്രിൽ മുതൽ ഈ ഒരു ഏപ്രിൽ, അതായത് എക്സാം നടക്കുന്നതിന് 1 മാസം മുൻപുള്ള മാസം വരെയുള്ളത്. ഇപ്പോൾ ഏപ്രിൽ 2025 എക്സാം എങ്കിൽ മാർച്ച് 2025 വരെയുള്ള കറണ്ട് അഫെയർ നിങ്ങൾ അപ് ടു ഡേറ്റ് ആയിരിക്കണം. മാർച്ച് 2025 വരെയുള്ളത് മിനിമം 1 ഇയർ, ബട്ട് അറ്റ്ലീസ്റ്റ് ഒരു 1.5 ഇയർ എങ്കിലും. ഞാൻ മുമ്പ് 2 ഇയേഴ്സ് എന്നാ പറയാം, ഇപ്പോൾ 1.5 ഇയർ ഞാൻ പറയുന്നുള്ളൂ. നമ്മുടെ കയ്യിൽ 50 ദിവസമേ ഉള്ളൂ. അപ്പോൾ മിനിമം ഒരു 1.5 വർഷത്തെങ്കിലും പഠിക്കാൻ ശ്രമിക്കുക. ചിലപ്പോൾ 2 വർഷം മുമ്പത്തേക്ക് ചോദിക്കാം, അതൊന്നും പഠിച്ച് സമയം കളയേണ്ട. സമയമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ 1.5 വർഷം അല്ലെങ്കിൽ മിനിമം 1 ഇയർ തറോ ആയിട്ട് പഠിക്കുക. 2024 ജനുവരി മുതൽ 2025 മാർച്ച് വരെയുള്ളത് മസ്റ്റായിട്ടും പഠിക്കുക. ഓക്കെ, അതിൽ സ്റ്റാറ്റിക് ജിക്കൊക്കെ ഇപ്പോൾ കഴിഞ്ഞ NTPC, ഇപ്പോൾ കഴിഞ്ഞ SSC എക്സാം, ഇപ്പോൾ കഴിഞ്ഞ റെയിൽവേയുടെ എക്സാമും ഗ്രൂപ്പ് ഡി, അതേപോലെ ഗ്രൂപ്പ് ഡി അല്ല ALP ടെക്നീഷ്യൻ, അതേപോലെ പ്രീവിയസ് ഇയറിൻ്റെയും നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക, റിവിഷൻ ചെയ്യുക. സ്ട്രാറ്റജിക്ക് എസ്പെഷ്യലി സ്റ്റാറ്റിക് എന്ന് വെച്ചാൽ അർത്ഥം എന്താ, സ്റ്റാറ്റിക് ഫിക്സഡ് ആണ്, അത് മാറാൻ പോകുന്നില്ല. ആ ഒരു GK മാറാൻ പോകുന്നില്ല. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ അതേ ചോദ്യങ്ങൾ റിപ്പീറ്റ് ആയി വരാൻ ഒരുപാട് സാധ്യതയുള്ളതാണ്. ചോദിച്ചിട്ട് അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ പിനാക്കിൾ പബ്ലിക്കേഷൻസിൻ്റെ ഒക്കെ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ YCT പബ്ലിക്കേഷൻസിൻ്റെ ഒക്കെ നോക്കുകയാണെങ്കിൽ അതിൽ ഡീറ്റെയിൽഡ് സൊല്യൂഷൻ അവർ കൊടുത്തിട്ടുണ്ട്, എക്സ്ട്രാ പോയിന്റ്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, റിവൈസ് ചെയ്യുക. അപ്പോൾ സ്ട്രാറ്റജിക്ക് റിവൈസ് എന്ന് വെച്ചാൽ നിങ്ങൾ ഓരോ ടോപ്പിക് റിവൈസ് ചെയ്യണമെന്നില്ല. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തന്നെ 2-3 തവണ റിവൈസ് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് എക്സ്ട്രാ പോയിന്റ് കിട്ടും. ആ ടോപ്പിക്കൊക്കെ തന്നെയായിരിക്കും മിക്കവാറും ചോദിക്കാൻ സാധ്യത. സ്ട്രാറ്റജിക്ക് കാരണം വേറെ ചോദിക്കാനില്ലല്ലോ, പിന്നെ അവർ പിന്നെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കണം. അതിനേക്കാളും മാക്സിമം ഇത്രയും ഷിഫ്റ്റും ഇത്രയും കുട്ടികളും ഇത്രയും എക്സാംസ് ഒക്കെ വരുമ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യത സ്ട്രാറ്റജിക്കിന് കൂടുതലാണ്. പക്ഷെ കറണ്ട് അഫെയർ നമ്മൾ ഓരോ ഇതും പുതിയത് എവിടുന്ന് വേണമെങ്കിലും ചോദിക്കാം. അത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ 40 GK ക്വസ്റ്റ്യൻ CBT ഉള്ളതിൽ നിങ്ങൾക്കൊരു 15 ക്വസ്റ്റ്യൻസും സ്റ്റാറ്റിക് GK പ്ലസ് കറണ്ട് അഫെയർ ആയിരിക്കും. ഓക്കെ, ബാക്കിയുള്ളൊരു 25 ക്വസ്റ്റ്യൻസ് ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റി, അതിനെല്ലാം കൂടി വരാം. പൊളിറ്റിക്ക് പറയുകയാണെങ്കിൽ ഇപ്പോൾ ആർട്ടിക്കിൾസ് ഒക്കെ സ്ഥിരം ചോദിക്കുന്നത്, ആർട്ടിക്കിൾസ് അമെൻമെൻ്റ് ഒക്കെ, അതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ അറിയുമെന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. ഇനിയും തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ അതിനുള്ള ടൈമാണ്. ഇപ്പം നമ്മുടെ കയ്യിൽ അടുത്ത 50 ദിവസത്തിനുള്ളത് മെയിനായിട്ട് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യേണ്ടത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനും അതെല്ലാം മോക്ക് ടെസ്റ്റ് ചെയ്ത് അത് അനലൈസ് ചെയ്യാനാണ് യൂസ് ചെയ്യേണ്ടത്. അതാണ് ഞാൻ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അത്രേ ഉള്ളൂ. ആ 2 കാര്യങ്ങൾ മെയിനായി ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ സിലബസ് എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ചെയ്യേണ്ട കാര്യമാണ്. ഇനിയും കഴിഞ്ഞിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടുത്ത 2-3 ആഴ്ചയിൽ നിങ്ങൾ സിലബസ് തീർക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇതൊക്കെ തന്നെ മാത്സ് പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. അഡ്വാൻസ്ഡ് മാത്സിൻ്റെ ഇക്വേഷൻസ് എനി ടൈം ഊച്ചോപ്പ എന്ന് വെച്ചാൽ ഉറക്കത്തിൽ ചോദിച്ചാലും പറയണം എന്നുള്ള രീതിയിൽ എവിടെയെങ്കിലും ഇപ്പോൾ അറിയില്ലെങ്കിൽ നിങ്ങൾ ഒരു പേപ്പറിൽ സ്റ്റിക്കി നോട്ട്സ് ഉണ്ടല്ലോ, അതിലൊക്കെ എഴുതി വീട്ടിലും ബോർഡിൽ എവിടെയെങ്കിലും ഒട്ടിച്ച് വെക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ നേരെ അതിൽ പോയി നോക്കുക. അതൊക്കെ തന്നെയല്ലേ ഷോർട്ട് കട്ട്സ് മാത്സിൻ്റെ. റീസണിങ് അതേപോലെ. റീസണിങ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അവർ അനലോജിയൊക്കെ ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് ടൈം നോക്കണേ. റീസണിങ് റെയിൽവേയുടെ അതിൽ കുറച്ച് ടിപ്പിക്കലായിട്ട് വരുന്നുണ്ട്. പക്ഷെ അതിലും ഈ സ്ഥിരം ചോദിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കലണ്ടർ ആണെങ്കിലും ശരി, ക്ലോക്ക് ആണെങ്കിലും ശരി, ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാത്രം നോക്കിയാൽ മതി. ആ രീതിയിലൊക്കെ തന്നെയാണ് ചോദിക്കുന്നത്. എക്സ്ട്രാ ഒന്നും പുതിയതായിട്ട് ചോദിക്കില്ല. പസിൽസ് ചിലപ്പോൾ നിങ്ങൾക്ക് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള കാര്യമായിരിക്കും. പസിൽസ്, സീറ്റിംഗ് അറേഞ്ച്മെന്റ്, അതൊക്കെ എന്ത് ചെയ്യണം, പ്രാക്ടീസ് തന്നെ ചെയ്യണം. ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താലേ നമുക്കത് മുന്നോട്ട് വരാൻ പറ്റുള്ളൂ. അപ്പോൾ മാത്സിൽ നിങ്ങൾക്ക് 30 എത്ര ക്വസ്റ്റ്യൻസ്, 40 GK, 30 മാത്സ്, 30 റീസണിങ് അല്ലേ CBT 1-ന്. മാത്സിൽ 30 ഒരു 25+ എങ്കിലും ടാർഗറ്റ് ചെയ്യുക മിനിമം. എക്സാം ഈസി ആണെങ്കിൽ 30 ഔട്ട് ഓഫ് 30 വാങ്ങാൻ ശ്രമിക്കുക. എന്നാലും 1-2 ക്വസ്റ്റ്യൻ ടഫ് ആയിരിക്കും. 25 to 27 ക്വസ്റ്റ്യൻസ് മാത്സിൽ നിങ്ങൾ മോക്ക് ടെസ്റ്റിൽ പ്രാക്ടീസ് ചെയ്ത് കിട്ടുന്ന രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക, ഇമ്പ്രൂവ് ചെയ്യുക. റീസണിങ് 30 25+ ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് ടൈം കിട്ടണം. അപ്പം തന്നെ നമ്മുടെ കയ്യിൽ ഒരു 50 ക്വസ്റ്റ്യൻസിന് മുകളിലായി. പിന്നെ GKയിൽ ഒരു 50-ൽ 30 ക്വസ്റ്റ്യൻസ് എടുത്താൽ പോലും 80 മാർക്കൊക്കെ നിങ്ങൾ ധാരാളമായിട്ട് സേഫ് ആയിരിക്കും. ഈവൻ ഇഫ് ദി എക്സാം ഈസ് വെരി ഈസി, 80 മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നോർമലൈസേഷൻ കിട്ടിയില്ലെങ്കിൽ പോലും കട്ട് ഓഫ് നിങ്ങൾ ക്ലിയർ ആവും. അതിലൊരു വറിയും വേണ്ട. ഓക്കെ, ഇതാണ് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്ന് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, പിന്നെ ഇതിൽ നിങ്ങൾക്ക് എന്താ, പിന്നെ എന്തൊക്കെയോ പറയാൻ വിചാരിച്ചല്ലോ, മറന്നുപോയി.
പിന്നെന്താ സിലബസ് മോക്ക് ടെസ്റ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, പിന്നെ ആപ്പ് അൺവാണ്ടഡ് ആപ്സ് അൺഇൻസ്റ്റാൾ ചെയ്യുക, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കാതിരിക്കുക, ആവശ്യമില്ലാത്ത വീഡിയോസ് അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യം കേട്ടോ. നമ്മൾ ഈ ഒരു ടൈം എന്ന് പറയുന്നത് നമ്മളെ ടോപ്പിക് ഡീവിയേറ്റ് ചെയ്ത് പോകുന്ന ഒരു സംഭവമാണ്. അനാവശ്യമായിട്ടുള്ള വീഡിയോസ്, അനാവശ്യം മീൻസ് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും എന്താ ഉദ്ദേശിക്കുന്നുള്ളത്. അതൊന്നും കാണാതിരിക്കുക. കാരണം ഒരിക്കൽ കണ്ടാൽ പിന്നെ അത് സം ടൈപ്പ് ഓഫ് അഡിക്ഷൻ. അപ്പം അതെല്ലാം മാറി നിൽക്കണമെങ്കിൽ നിങ്ങൾ ചിന്ത എക്സാമിലോട്ട് കയറണം, ഫോക്കസ് ഒരിക്കൽ നിങ്ങൾ റെയിൽവേയിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ എത്തും എന്നുള്ളത് ആലോചിച്ച് നോക്കുക. പേ കമ്മീഷനൊക്കെ വരാൻ പോവാണ്. NTPC നിങ്ങൾ ഗുഡ്സ് ഗാർഡൊക്കെ ആണെങ്കിൽ 1 lakh പ്ലസ് സാലറിയൊക്കെ സ്റ്റാർട്ടിങ് തന്നെ കിട്ടാം, പേ കമ്മീഷൻ വന്നു കഴിഞ്ഞാൽ. ഓക്കെ, വന്നു കഴിഞ്ഞുള്ള കാര്യമാണ്. സോ ദാറ്റ്സ് ഓൾ. വേറെ പ്രത്യേകിച്ചൊന്നുമില്ലെന്ന് വിചാരിക്കുന്നു. ഓക്കെ, പിന്നെന്താ മോക്ക് ടെസ്റ്റ് പറഞ്ഞു, എന്തോ പറയാൻ വിചാരിച്ചതല്ലോ, മറന്നുപോയി. ഓക്കെ, അപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ടെലഗ്രാം ഗ്രൂപ്പ് ഞാൻ നമ്മുടെ ലേണേഴ്സിൻ്റെ ഒക്കെ ഉണ്ട്, അതിലൊക്കെ കയറിയ കുറച്ച് മെസ്സേജൊക്കെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പ്രിപ്പയർ ചെയ്ത സമയത്ത് നമ്മൾ സ്ട്രാറ്റജിക്ക് ഏതൊക്കെ ടോപ്പിക്സ് ആണ് പഠിക്കേണ്ടത് എന്നുള്ളതൊക്കെ പിൻ ചെയ്ത് വെച്ചിരിക്കുന്നതിൽ പോയി നോക്കിയാൽ കാണാൻ പറ്റും. ഓക്കെ, ലേണേഴ്സ് CBGCൻ്റെ ടെലഗ്രാം ചാനലുണ്ട്, അത് നോക്കുക. ഗ്രൂപ്പ് സ്റ്റഡിക്ക് പറ്റുകയാണെങ്കിൽ സമയം കണ്ടെത്താം. പിന്നെ ഇതിൽ മാക്സിമം എക്സ്ക്യൂസ് പറയാതിരിക്കുക. സാർ ഞാൻ ജോലിക്ക് പോകുന്ന ആളാണ്, എന്നെ കൊണ്ട് ഇനിയുള്ള 50 ദിവസം കൊണ്ട് പറ്റുമോ, ഞാൻ ജോലിക്ക് പോയിരുന്ന ആളാണ്, എനിക്ക് പറ്റിയില്ലേ. എനിക്ക് പറ്റണമെങ്കിൽ നിങ്ങൾക്കും പറ്റും, എല്ലാവർക്കും പറ്റും. പക്ഷെ അതിനനുസരിച്ച് കുറച്ച് കഷ്ടപ്പെടണമെന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ജോലിക്ക് പോകുന്ന ആളാണെങ്കിലും ശരി, നിങ്ങൾ വീട്ടമ്മമാരാണെങ്കിലും ശരി, കുട്ടികളെ നോക്കണമെന്നുണ്ടെങ്കിൽ ശരി, കുറച്ച് സമയം കണ്ടെത്തിയേ പറ്റൂ. കുറച്ച് കൂടുതൽ സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്തേ പറ്റൂ, കഷ്ടപ്പെട്ടേ പറ്റൂ. കഷ്ടപ്പെടാനൊന്നും കിട്ടില്ലല്ലോ. സോ ആസ്ക്, ബിലീവ്, റിസീവ്. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, നന്നായി പഠിക്കാം.